തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരികയാണ്. ക്ഷേത്രത്തിൽ മോഷ്ടിക്കാൻ കയറി ഉറങ്ങിപ്പോയ കള്ളനെ നാട്ടുകാർ കയ്യോടെ പൊക്കി. തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി സെന്തിൽ ആണ് പിടിയിലായത്. തിരുവനന്തപുരം വെള്ളറട കോവിലൂർ കഴുകുവാൽവട്ടം ക്ഷേത്രത്തിലായിരുന്നു മോഷണ ശ്രമം. രാവിലെ ക്ഷേത്രം തുറക്കാൻ പറ്റാതായതോടെ പൂജാരി നാട്ടുകാരുടെ സഹായത്തോടെ തുറന്നപ്പോഴാണ് മോഷ്ടാവ് ഉറങ്ങുന്നത് കണ്ടത്. RP സനൂപ് വിവരങ്ങളുമായി ചേരുകയാണ്. സനൂപ്, വേറെ എവിടെയെങ്കിലും കഴിഞ്ഞ ദിവസം മോഷ്ടിക്കാൻ പോയതിന്റെ ക്ഷീണത്തിലായിരിക്കുമോ കള്ളൻ ഇങ്ങനെ കിടന്നുറങ്ങിപ്പോയത്? മാത്രമല്ല, ഈ ഉറങ്ങിക്കഴിഞ്ഞിട്ട് അകത്തുനിന്ന് പൂട്ടുകയും ചെയ്തോ? മഹേഷ്, എന്തായാലും രസകരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വെള്ളറടയുള്ള ശ്രീ കഴുകുവാൽ വട്ടം ക്ഷേത്രത്തിൽ ഇന്ന് സംഭവിച്ചത്. രാവിലെ ക്ഷേത്രത്തിലെ ശാന്തി ക്ഷേത്രം തുറക്കാൻ വന്നപ്പോൾ ക്ഷേത്രം തുറക്കാൻ കഴിഞ്ഞിരുന്നില്ല. തുടർന്ന് അദ്ദേഹം ക്ഷേത്ര ഭാരവാഹികളുടെയും അതിനോടൊപ്പം തന്നെ നാട്ടുകാരുടെയും സഹായം തേടുകയായിരുന്നു. നാട്ടുകാരാണ് ക്ഷേത്രം തുറന്ന് അകത്ത് കയറി പരിശോധനയൊക്കെ നടത്തിയത്. എന്താണ് ക്ഷേത്രം തുറക്കാൻ പറ്റാതെ പോയതിന്റെ സാഹചര്യമൊക്കെ പരിശോധിച്ചപ്പോഴാണ് ക്ഷേത്ര തിളപ്പള്ളിയിൽ അകത്ത് ഒരാൾ കസേരയിലിരുന്ന് വിശാലമായിട്ട് ഉറങ്ങുന്ന കാഴ്ച കാണുന്നത്. അദ്ദേഹത്തെ തട്ടി വിളിച്ചൊക്കെ ഉണർത്തിയെങ്കിലും അദ്ദേഹം രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തിരിച്ച് ആക്രമിക്കാനോ അവിടെ നിന്ന് ഓടിപ്പോവാനോ ഒന്നും തന്നെ ശ്രമം നടത്തിയില്ല. അവിടെ ഇരുന്ന് ആ ഉറക്കക്ഷീണമൊക്കെ മാറി അങ്ങനെ എല്ലാവരെയും നോക്കിയൊക്കെ ഇരിക്കുകയായിരുന്നു. എന്തായാലും നാട്ടുകാരുടെ കൂടെ സാന്നിധ്യത്തിലാണ് വെള്ളറട പോലീസിനെ വിളിച്ചു വരുത്തി പ്രതിയെ അറസ്റ്റ് ചെയ്തത്. നിലവിലിപ്പോ ഈ മോഷ്ടാവ് അവിടെ നിന്നൊന്നും മോഷ്ടിച്ചിരുന്നില്ല. മോഷ്ടിക്കാനുള്ള ശ്രമത്തിന് മുമ്പ്, അതായത് ഒന്ന് വിശ്രമിച്ച് മയങ്ങിയ ശേഷം എഴുന്നേറ്റ് മോഷ്ടിക്കാമെന്ന് കരുതി ഒരുപക്ഷെ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതായിരിക്കാം. എന്തായാലും ക്ഷേത്രത്തിൽ നിന്ന് സ്വത്തുക്കളോ പണമോ ഒന്നും തന്നെ നഷ്ടപ്പെട്ടിട്ടില്ല. തമിഴ്നാട് ദണ്ഡിഗൽ സ്വദേശിയായിട്ടുള്ള സെന്തിലാണ് ഈ മോഷണ ശ്രമം നടത്തിയത്. ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നാട്ടുകാരിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത് ഇയാൾ, അതായത് പോലീസ് അവരോട് തന്നെ പറഞ്ഞ ആ ഒരു ഹിസ്റ്ററി ഒക്കെ എടുത്ത സമയത്ത് പറഞ്ഞത് ഇയാൾ സ്ഥിരം മോഷ്ടാവാണ് എന്നൊക്കെയുള്ള കാര്യമാണ്. എന്തായാലും ക്ഷേത്ര ഭാരവാഹികൾക്ക് ആശ്വസിക്കാം, ക്ഷേത്രത്തിൽ നിന്ന് ഒന്നും തന്നെ പോയിട്ടില്ല. അതേപോലെ കൃത്യമായിട്ട് കള്ളൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. കള്ളനെ പിടികൂടി പോലീസ് ഏൽപ്പിക്കാനും അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതാണ്, മോഷ്ടിക്കാൻ വേണ്ടി വന്നു, ഒന്ന് മയങ്ങി എണീറ്റ് ശേഷം മോഷ്ടിച്ച് പോകാമെന്ന് കരുതി. പക്ഷെ മയങ്ങിപ്പോയി, എണീറ്റില്ല, ഉറങ്ങിപ്പോയി. നാട്ടുകാരെത്തി കയ്യോടെ പിടികൂടി.